يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله وذروا البيع ذلكم خير لكم إن كنتم تعلمون. الحمد لله رب العالمين، بفضله يتعلق الراجون وبحبله يعتصم الواثقون، ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن محمدًا عبده ورسوله، فاللهم صل وسلم وبارك عليه وعلى آله وصحبه أجمعين. أما بعد، فأوصيكم عباد الله ونفسي بتقوى الله. أعوذ بالله من الشيطان الرجيم. ولله غيب السماوات والأرض وإليه يرجع الأمر كله فاعبده وتوكل عليه وما ربك بغافل عما تعملون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ. എല്ലാ അർത്ഥത്തിലും അവൻ്റെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ടുള്ള ഒരു ജീവിതത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യണേ എന്ന് എന്നോടും നിങ്ങളിൽ ഓരോരുത്തരോടും വളരെ ഗൗരവപൂർവം ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തഖ്വ വർദ്ധിപ്പിച്ചു തന്നുകൊണ്ട് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഒരു സത്യവിശ്വാസിയുടെ ജീവിതം എപ്പോഴും മനസ്സമാധാനത്തോടു കൂടിയുള്ളതായിത്തീരുവാൻ വേണ്ടി അള്ളാഹു നിർദ്ദേശിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അസ്സിഖത്തു ബില്ലാഹ്. ഏത് ഘട്ടത്തിലും അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള അടിയുറച്ച വിശ്വാസവും അവനിൽ എല്ലാം തവക്കുലാക്കുവാനും അർപ്പിക്കുവാനും ഭരമേൽപ്പിക്കുവാനുമുള്ള മനക്കരുത്ത് നേടുക എന്നുള്ള പ്രധാനപ്പെട്ട ഗുണം. ഏതൊരു വിശ്വാസിയിൽ അതുണ്ടായോ അവന് സുഖത്തിലും സന്തോഷത്തിലും ദുഃഖത്തിലും സന്താപത്തിലുമൊക്കെ അവന് സമാധാനത്തോടുകൂടി ജീവിക്കുവാൻ സാധിക്കും. ഏതൊരു വീട്ടിൽ അതിൽ താമസിക്കുന്ന ആളുകൾക്ക് മാനസികമായി ഈ ഒരവസ്ഥയുണ്ടോ, ആ വീട് എന്നും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും കേന്ദ്രങ്ങളായിരിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു ബോധം വിശ്വാസികളുടെ മനസ്സിൽ സദാ നിലനിൽക്കുവാൻ അവൻ അള്ളാഹുവിലുള്ള വിശ്വാസത്തെ സദാ പുതുക്കിക്കൊണ്ടിരിക്കുകയും ആ ഈമാനിനെ എല്ലാ അർത്ഥത്തിലും നിലനിർത്തുവാൻ ആവശ്യമായ പഠനങ്ങളും അത് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും അവൻ മനസ്സിൽ സദാ ഓർത്തുകൊണ്ടിരിക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. കാരണം സത്യവിശ്വാസി ഏതു പ്രതിസന്ധിയിൽ ജീവിക്കുകയാണെങ്കിലും അവൻ്റെ മനസ്സിൽ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഒന്നാമത്തെ ചിന്ത ഫസുബ്ഹാനല്ലദീ ബിയദിഹി മലകൂതു കുല്ലി ശൈ. ഞാൻ ആരുടെ അടിമയാണ്? മഹാനായ റബ്ബിൻ്റെ. എങ്ങനെയുള്ള റബ്ബാണവൻ? അല്ലദീ ബിയദിഹി മലകൂതു കുല്ലി ശൈഇൻ. എല്ലാ വസ്തുക്കളുടെയും കൺട്രോളും അധികാരവും രാജാധികാരവും നിയന്ത്രണവും ഒക്കെ ആരുടെ കയ്യിലാണോ അങ്ങനെ പരിശുദ്ധനായ ആ റബ്ബിൻ്റെ അടിമയാണ് ഞാൻ. എൻ്റെ റബ്ബിനെ ഒരാൾക്കും തോൽപ്പിക്കാനാവില്ല. അതുപോലെ തന്നെ ഏതിലും എല്ലാ അർത്ഥത്തിലും അവൻ വിധിച്ചതല്ലാതെ എൻ്റെ ജീവിതത്തിൽ എനിക്കൊന്നും ബാധിക്കുകയുമില്ല. ഖുല്ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ. നമുക്ക് അള്ളാഹു എന്താണോ വിധിച്ചിട്ടുള്ളത് അതല്ലാത്തതൊന്നും നമുക്ക് ബാധിക്കുകയില്ല. ഇത് വിശ്വാസം, ഇതൊരു വിശ്വാസിയുടെ എപ്പോഴും അവൻ ഓർത്തിരിക്കേണ്ടുന്ന കാര്യമാണ്. അതുപോലെ തന്നെ റബ്ബ് രണ്ട് കാര്യങ്ങൾ അവനെ സംബന്ധിച്ച് നമ്മൾ അടിയുറച്ച് വിശ്വസിക്കേണ്ടത് എടുത്തു പറഞ്ഞ് രണ്ട് പ്രധാനപ്പെട്ട കൽപ്പനകളും നടത്തിയ വചനമാണ് തുടക്കത്തിൽ ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ചത്. സൂറത്തുർ റഅദിലെ 123-ാമത്തെ സൂക്തം. വലില്ലാഹി ഗൈബുസ് സമാവാതി വൽ അർദ്. ആകാശഭൂമികളിലെ അദൃശ്യങ്ങളെല്ലാം അറിയുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. റബ്ബിന് ഇവിടെ എല്ലാം അറിയാം. എന്തൊക്കെ സംഭവിക്കുന്നു,
ഇവിടെ നടക്കുന്നത് മുഴുവനും അവൻ അറിയാം. അതുപോലെ തന്നെ വഇലൈഹി യുർജഉൽ അംറു കുല്ലുഹു, എല്ലാ കാര്യങ്ങളും അവങ്കലേക്കാണ് മടക്കപ്പെടുന്നതും. അതോ ആ ഒരു വിശ്വാസം, അള്ളാഹുവിനെ സംബന്ധിച്ച ആ രണ്ട് കാര്യങ്ങളും അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയോട് റബ്ബ് പറയുകയാണ് ഫഅ്ബുദുഹു, ആകയാൽ നീ അവനെ മാത്രം ആരാധിക്കണം, വതവക്കൽ അലൈഹി, അവന്റെ മേൽ നീ ഭരമേൽപ്പിക്കുകയും ചെയ്യണം എന്ന്. അതൊരു വിശ്വാസിക്കേ സാധിക്കുകയുള്ളൂ. മറ്റുള്ളവരുടെ മേൽ ഭരമേൽപ്പിക്കുന്ന നിരാശയുടെയും ഭീതിയുടെയും ലോകത്ത് കഴിയുന്ന ഒരു മനുഷ്യന് റബ്ബിനോട് മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുവാൻ സാധിക്കില്ല. അവന്റെ മനസ്സുകൾ പലയിടത്തേക്കും ചഞ്ചലമായി കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെയാണ് റബ്ബ് പറയുന്നത്, അടിയുറച്ച വിശ്വാസം അള്ളാഹുവിനെ സംബന്ധിച്ച് നേടിയെടുത്തവർ അവനെ മാത്രം ആരാധിക്കുന്നു, അവനിൽ കാര്യങ്ങളെല്ലാം തവക്കുലാക്കുന്നു. നിന്റെ റബ്ബ് ആരിവിടെ എന്തു പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അതിനെക്കുറിച്ചൊന്നും അവൻ ശ്രദ്ധയില്ലാത്തവനൊന്നുമല്ല, അവൻ സദാ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന്. മഹാന്മാരായ അമ്പിയാക്കളെല്ലാം ജീവിതത്തിന്റെ ഏതു പ്രതിസന്ധി ഘട്ടങ്ങളിലും ഈ മനക്കരുത്തോടുകൂടി മുന്നോട്ട് പോയവരായിരുന്നു. മഹാന്മാരായ പ്രവാചകന്മാരും സച്ചരിതരായ മഹാത്മാക്കളുമൊക്കെ എന്ന് പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും നമുക്ക് പഠിപ്പിച്ചിരുന്നിരിക്കുകയാണ്. വിജനമായ മരുക്കാട്ടിൽ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ഭാര്യയെയും കൈക്കുഞ്ഞിനെയും ഒറ്റക്ക് വിട്ടേച്ചു പോയ രംഗം ചരിത്രത്തിൽ നമ്മൾ എപ്പോഴും കേൾക്കാറുള്ളതാണ്. ആരാരും കൂട്ടിനില്ലാത്ത മണൽക്കാട്ടിൽ, മരുക്കാട്ടിൽ ഒരു സ്ത്രീയും ചെറിയ ഒരു കൈക്കുഞ്ഞും അല്പം ഭക്ഷണവും കാരക്കയും വെള്ളവും മാത്രമുള്ള ഒരു മരുക്കാട്ടിൽ വിട്ടുപോകുമ്പോൾ മഹദിയായ ഹാജറ റളിയല്ലാഹു തആല അൻഹ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആ അല്ലാഹ് അല്ലദീ അമറക ബിഹാദാ, ഇങ്ങനെയൊക്കെ ചെയ്യണം, ഞങ്ങളെ ഇവിടെ ഒറ്റക്കാക്കി നിങ്ങൾ പോണം എന്നുള്ളത് അല്ലാഹ് നിങ്ങളോട് കൽപ്പിച്ചതാണോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഉറച്ച മറുപടി അതെ, നഅം, അതെ, അള്ളാന്റെ കൽപ്പനയാണ്. ആ സമയത്തുള്ള ഇബ്രാഹിം നബിയോട് മഹദിയായ ഹാജറ റളിയല്ലാഹു തആല അൻഹ പറയുന്ന മറുപടി ഇദൻ ലാ യുളയ്യിഉനല്ലാഹ്, എങ്കിൽ ധൈര്യമായി പോയിക്കോളൂ, ആ അല്ലാഹു ഞങ്ങളെ ഒരിക്കലും നഷ്ടപ്പെടുത്തുകയില്ല, അവൻ കൈയൊഴിയുകയില്ല. നോക്കൂ നിങ്ങൾ, ആരുണ്ട് എനിക്ക് കൂട്ടിന്? ആരാണിവിടെ വന്ന് വിളിച്ചാൽ വർത്തമാനം പറഞ്ഞു ഓടിയെത്താനുള്ളത്? എന്ത് ഭക്ഷണമാണ് കൂടെയുള്ളത്? അതൊന്നും മഹദി ചിന്തിക്കുന്നേയില്ല. അള്ളയാണ്, അള്ളാഹു അതിനൊക്കെ വഴി കാണിക്കുമെന്ന ഉറച്ച വിശ്വാസമാണ് ഹാജറ ബീവിയെ ആ മരുക്കാട്ടിൽ ഒറ്റക്ക് നിൽക്കുവാൻ പ്രേരിപ്പിച്ച ചേതോവികാരം എന്ന് നമ്മൾ മനസ്സിലാക്കണം. മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെങ്കടൽ കടക്കാൻ വേണ്ടി ജനങ്ങളെയും കൊണ്ട് തീരത്തെത്തിയിരിക്കുകയാണ്. മുന്നിൽ ആർത്തലക്കുന്ന സമുദ്രമാണ്, എടുത്ത് ചാടിയാൽ മുങ്ങിമരണമല്ലാതെ മറ്റൊന്നും വഴിയില്ല. പിന്നിലേക്ക് ഓടാനും നിവൃത്തിയില്ല. ഫറോവയുടെ സർവായുധ സജ്ജരായ പട്ടാളമാണ് പിന്നിൽ വരുന്നത്. ചെകുത്താനും നടുക്കടലിനും ഇടയില്ലെന്ന് അക്ഷരാർത്ഥത്തിൽ പറഞ്ഞ ആ രീതിയിലെത്തിയപ്പോ ആളുകളൊക്കെ പറഞ്ഞു, മൂസ നബി അലൈഹിസ്സലാമിനോട് നമ്മളിപ്പോ പിടിക്കപ്പെടുമല്ലോ, ഇന്നാല മുദറക്കൂൻ. ആ സമയത്തും മൂസ നബി അലൈഹിസ്സലാം തളരാതെ പറഞ്ഞ മറുപടി ഖല്ല, വേണ്ട, പേടി വേണ്ട, ഇന്ന മഅിയ റബ്ബി, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, സയഹ്ദീൻ, ഒരു വഴി അവൻ കാണിച്ചു തരും എന്നാണ് പറയുന്നത്. എന്ത് വഴി? നമ്മളൊക്കെ ആലോചിക്കുമ്പോ എന്താ വഴി? മുന്നിൽ കടല്, പിന്നിൽ ശത്രു, ഇനി എന്ത് വഴിയാ? എന്താ അവിടെ മാർഗം? പക്ഷേ ആ മനക്കരുത്തോടുകൂടെയുള്ള മറുപടി അള്ളാഹു ഉണ്ട് എന്റെ കൂടെ, വഴി അവൻ കാണിച്ചു തരും. പരിശുദ്ധ ഖുർആൻ പറയുന്നു, കൽപ്പന കൊടുത്തു, സമുദ്രത്തിൽ അടിക്കാൻ പറഞ്ഞു, സമുദ്രം രണ്ട് ഭാഗത്തേക്ക് നീങ്ങി, അവരതിലൂടെ രക്ഷപ്പെട്ടു. ഫഅൻജയ്നാ മൂസാ വമൻ മഅഹു അജ്മഈൻ, മൂസയെയും അദ്ദേഹത്തിന്റെ കൂടെയുള്ള വിശ്വാസികളെയും മുഴുവനും നാം രക്ഷപ്പെടുത്തി എന്ന് അല്ലാഹു തആല പറയുകയാണ്. എന്താണ് ആ മനക്കരുത്ത്? അതൊക്കെ പറയാൻ എളുപ്പമാണ്. നമുക്കതുണ്ടോ എന്ന് ഓരോരുത്തരും അവരവർക്ക് പ്രശ്നങ്ങൾ വരുന്ന ഘട്ടങ്ങളിൽ ചിന്തിക്കുക. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ സൗർ ഗുഹയിൽ ഒളിച്ചിരിക്കുന്ന വേളയിൽ തെരച്ചിൽ സംഘം വന്നിരിക്കുകയാണ്. നബിയുടെ കൂടെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഗുഹയിലുണ്ട്. തെരച്ചിൽ സംഘം ഗുഹയുടെ മുമ്പിൽ ഇങ്ങനെ വന്നു നിൽക്കുകയാണ്. ഒന്ന് കുനിഞ്ഞു നോക്കിയാൽ കാണും, പിടിക്കപ്പെടും. അബൂബക്കർ റളിയല്ലാഹു അൻഹു ആ സങ്കടം നബിതങ്ങളോട് പങ്കുവെക്കുന്നുണ്ട്. ആ സമയത്ത് നബിതങ്ങൾ ഉറപ്പ് കൊടുക്കുകയാണ്, മാ വന്നുക ബിസ്നൈൻ, അബൂബക്കറെ, രണ്ടാളെ കുറിച്ച് നീ എന്താ വിചാരിക്കുന്നത്? ഫല്ലാഹു സാലിസുഹുമാ, മൂന്നാമനായിട്ട് അള്ളണ്ട് നമ്മുടെ കൂടെ. നമ്മൾ രണ്ടാളും ഒറ്റക്കല്ല ഈ ഗുഹയിലെ, അള്ളയുണ്ട് നമുക്ക് കാവലിനെ എന്നാണ്. ശത്രുക്കൾക്ക് അവിടെ താഴ്ന്നു നോക്കാൻ തയ്യാറാവാതെ അവർ തിരിച്ചു പോവുകയാണ്. റബ്ബവന്റെ ശാന്തിയും സമാധാനവും അവർക്ക് ഇറക്കി കൊടുക്കുകയാണ്.
വഅയ്യദഹു ബിജുനൂദിൻ ലം തറൗഹാ, കാണാനാവാത്ത പട്ടാളത്തെയും കൊണ്ട് റബ്ബ് അവരെ സഹായിക്കുകയാണ്, രക്ഷിക്കുകയാണ്, ശക്തിപ്പെടുത്തുകയാണ് എന്ന്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എന്തെന്ത് പ്രതിസന്ധികൾ എവിടെയുണ്ടായിരുന്നാലും ഓരോരുത്തരും അവരവർ ചെയ്യേണ്ടുന്ന മുൻകരുതലുകളെല്ലാം എടുത്ത ശേഷം എൻ്റെ റബ്ബുണ്ടെനിക്ക് എന്ന് പറയാനുള്ള ആ ഒരു മനക്കരുത്തും ആ ഒരു അർപ്പണബോധവും ആ ഒരു തവക്കുലുമാണ് സത്യവിശ്വാസികൾക്കുണ്ടായിരിക്കേണ്ടത്. നിങ്ങളെ എല്ലാവരെയും കൂടെ ഒന്നിച്ച് വിഴുങ്ങി നശിപ്പിക്കാൻ ഇതാ ശത്രു സർവസജ്ജരായി വരുന്നു എന്ന് കേട്ടപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാലത്ത് സഹാബത്ത് ഒന്നടങ്കം അവർക്കുണ്ടായ ഈമാനിൻ്റെ കരുത്ത് ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. വമാ സാദഹും ഇല്ലാ ഈമാനം വതസ്ലീമാ. അവർക്കതൊക്കെ അവരുടെ ഈമാൻ കൂട്ടുകയല്ലാതെ അല്പം പോലും പതർച്ച അവരുടെ ഹൃദയത്തിൽ ഉണ്ടായില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഈ ഒരു കരുത്ത് നേടിയെടുത്ത ആളുകൾക്ക് വിജയിക്കുവാൻ സാധിക്കും. ആ ഒരർത്ഥത്തിൽ റബ്ബിലെല്ലാം സമർപ്പിക്കുവാനുള്ള ദൃഢമായ ഈമാനിന്റെ വക്താക്കളായി നമുക്ക് മാറാൻ സാധിച്ചിട്ടുണ്ടോ എന്ന പരിശോധനയ്ക്ക് ഈ റമദാൻ കഴിഞ്ഞ വേളയിൽ നമ്മൾ സമയം കണ്ടെത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല മനക്കരുത്തുള്ള ദൃഢതയുള്ള ഈമാനിക സൗഭാഗ്യം ലഭിക്കപ്പെട്ടിട്ടുള്ള നല്ലവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അപാകതകൾ അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു وعلى آله وصحبه ومن تبع هديه أما بعد فأوصيكم عباد الله ونفسي بتقوى الله. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ. ഒരിക്കൽ കൂടി എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഗൗരവപൂർവം ഉണർത്തുകയാണ്. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. റഹ്മാനായ റബ്ബിലുള്ള അടിയുറച്ച വിശ്വാസമാണ് ഒരു വിശ്വാസിക്ക് ഏത് ഘട്ടത്തിലും തുണയായി ഉണ്ടാവുക എന്നാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. മുൻഗാമികളായ സച്ചരിതരായ ഒരു മഹാ പണ്ഡിതനോട് ചോദിക്കപ്പെട്ടു, എന്താണ് നിങ്ങളുടെ കൈമുതലായിട്ടുള്ളത്, നിങ്ങളുടെ സമ്പാദ്യം എന്താണ് ജീവിതത്തിൽ? അദ്ദേഹത്തിൻ്റെ മറുപടി അസ്സിഖത്തു ബില്ലാഹ്, അള്ളാഹുവിലുള്ള അടിയുറച്ചൊരു വിശ്വാസം എനിക്കുണ്ട്. എന്തും വരട്ടെ, എൻ്റെ റബ്ബുണ്ട് എൻ്റെ കൂടെ എന്ന കരുത്ത് എനിക്കുണ്ട് എന്നാണ്. അതുള്ളവരെ പ്രതിരോധിക്കുവാൻ അള്ളാഹു ഉണ്ടാകുമെന്നാണ്. അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാനും അവരെ സഹായിക്കാനും അള്ളാഹു അവർക്കൊരു പ്രതിരോധ നിര തീർക്കും. ഇന്നല്ലാഹ യുദാഫിഉ അനില്ലദീന ആമനൂ. ഈമാനുള്ള ആളുകളെ റബ്ബ് പ്രതിരോധിക്കും എന്നാണ് അല്ലാഹു തആല പറയുന്നത്. റബ്ബ് അവരെ തടുക്കും, റബ്ബ് അവരെ കാത്തുരക്ഷിക്കും എന്നാണ്. ലോകത്ത് എന്ത് പൈശാചികമായ ദുർബോധനങ്ങളും ഭീഷണികളും ഉണ്ടായിരുന്നാലും ഇന്നമാ ദാലികും ശൈത്താനു യുഖവ്വിഫു ഔലിയാഅഹു, പിശാച് അവന്റെ മിത്രങ്ങളെ പറഞ്ഞു പേടിപ്പിക്കുക എന്നുള്ളതല്ലാതെ റബ്ബിനെ കുറിച്ചുള്ള അന ഇൻദ വന്നി അബ്ദീ ബി, എൻ്റെ അടിമ എന്നെക്കുറിച്ച് എങ്ങനെയാണോ വിചാരിക്കുന്നത് അങ്ങനെയാണ് ഞാൻ അവനോട് ഇടപെടുക എന്നുള്ളതാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും വ്യക്തിയാവട്ടെ സമൂഹമാവട്ടെ ആരാവട്ടെ ഏതേത് പ്രശ്നങ്ങൾ വരുമ്പോഴും പതറാത്തൊരു മനസ്സ് ഈമാനികമായിട്ട് നമുക്കുണ്ടെങ്കിൽ അത് നിലനിന്ന് കിട്ടുവാനുള്ള പ്രാർത്ഥനയും വർദ്ധിപ്പിക്കേണ്ടുന്ന സന്ദർഭമാണിത്. നിങ്ങൾ എന്നോട് വിളിച്ച് പ്രാർത്ഥിച്ചോളൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാമെന്നുള്ളത് അള്ളാഹുവിൻ്റെ ഓഫറാണ്. ലാ യറുദ്ദുൽ ഖദാഅ ഇല്ല ദുആ, ദുആയല്ലാതെ റബ്ബിന്റെ തീരുമാനത്തെ തടുക്കുകയില്ല. അള്ളാഹു അവന്റെ തീരുമാനം പോലും മാറ്റി എഴുതും നമ്മുടെ ദുആയുടെ ആധിക്യം കൊണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ദുആ എത്രത്തോളം അധികരിപ്പിക്കുന്നുവോ അത്രത്തോളം അത് ഖളാഇനെ പോലും റബ്ബിന്റെ തീരുമാനം പോലും അവൻ മാറ്റി എഴുതും നമ്മുടെ നിരന്തരമായ പ്രാർത്ഥനകൾ കാരണത്താൽ എന്നുള്ളതാണ്. ഏതും നമുക്ക് അനുഗ്രഹങ്ങളായി ഭവിക്കുവാനുള്ള പ്രാർത്ഥനയാണ് വേണ്ടത്. നല്ലൊരു മഴയും അതേപോലെ തന്നെയുള്ള ഒരു അന്തരീക്ഷത്തിലാണ് നമ്മളിപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഴ കാരണം ഈ രാജ്യത്ത് ഒരുപാട് അനുഗ്രഹങ്ങളും ഒരുപാട് ബറക്കത്തുകളും വർദ്ധിക്കുവാനുള്ള ഒരു കാരണമായി മാറട്ടെ എന്ന് ഈ അവസരത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു പ്രയാസങ്ങളുമില്ലാത്ത നിലക്ക് ഈ രാജ്യത്തിന് ഏറ്റവും വലിയ ഒരു സുരക്ഷിതത്തിൻ്റെ ഒരു സന്തോഷത്തിൻ്റെ ഒരു ഗിഫ്റ്റായി ഈ മഴയെയും കാണുവാൻ ആ അർത്ഥത്തിൽ അങ്ങനെ ആയിത്തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ടുന്ന സന്ദർഭമാണ് സഹോദരങ്ങളെ ഇത്. ദുആക്കൊക്കെ ഇജാബത്ത് കിട്ടണമെങ്കിൽ റഹ്മാനായ റബ്ബിനോടുള്ള നമ്മുടെ ജീവിതം
നന്മയിലാണെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. മഹാന്മാരൊക്കെ ഇവിടെ അള്ളയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ കാവല് കിട്ടിയെന്നാണ് ഇപ്പൊ നമ്മൾ ചരിത്രത്തിലൂടെ കേട്ടത്. അതൊക്കെ വെറുതെ കിട്ടിയതല്ല. അവരൊക്കെ അത് പറയുമ്പോൾ അവരുടെ മനസ്സിൽ അള്ളാഹിനെ കുറിച്ചുള്ള ആണ്ടിറങ്ങിയ വിശ്വാസം കൂടി ഉണ്ടായിരുന്നു. ഇതൊക്കെ നമുക്കുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. പരിശുദ്ധ റമദാൻ കഴിഞ്ഞു. ആ റമദാൻ കഴിഞ്ഞപ്പോൾ ചെയ്ത നന്മകൾക്കൊക്കെ റബ്ബിന്റെ അടുക്കൽ ഖബൂലിയത്ത് കിട്ടിയിട്ടുണ്ടാകുമോ, സ്വീകാര്യത കിട്ടിയിട്ടുണ്ടാകുമോ എന്നറിയാൻ പരലോകം വരെ കാത്തിരിക്കേണ്ട കാര്യമുണ്ട്. പക്ഷേ ചില അടയാളങ്ങളൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അത് സ്വീകരിക്കപ്പെട്ടിരിക്കാം എന്നുള്ളതിന് ആ അടയാളങ്ങൾ എന്നിലും നിങ്ങളിലും ഉണ്ടോ എന്ന് നോക്കണം. ഞാൻ ചുരുക്കി ഒരു 4-5 നമ്പറിട്ട് പറയുകയാണ്. നല്ല പ്രവൃത്തികൾ റമദാനിന്റെ ശേഷവും തുടരാൻ കഴിയുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. നല്ല പ്രവൃത്തികളൊക്കെ റമദാനിന്റെ ശേഷവും തുടരുന്നുണ്ടോ എങ്കിൽ നല്ല ലക്ഷണമാണ്. 2, പാപങ്ങളിൽ നിന്നൊക്കെ വിട്ടുനിൽക്കുന്നുണ്ടോ ഇപ്പോഴും, നല്ല ലക്ഷണമാണ്. 3, ജീവിതത്തിൽ വളരെ എളിമയും വിനയവും കൂടിയോ, നല്ല ലക്ഷണമാണ്. 4, അള്ളാഹുവിനോടുള്ള സ്നേഹം വർദ്ധിച്ച തോതിൽ മനസ്സിൽ നിലനിൽക്കുന്നത് കൊണ്ട് ഇബാദത്തുകൾക്കൊക്കെ ആവേശപൂർവ്വം മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ള അടയാളമുണ്ടോ, നല്ല ലക്ഷണമാണ്. 5, നന്മ ചെയ്യാൻ കൂടുതൽ കൂടുതൽ താല്പര്യം മനസ്സിന് തോന്നുന്നുണ്ട്, മടുപ്പൊരിക്കലും അനുഭവപ്പെടുന്നില്ല. ഇതൊക്കെ നല്ല അടയാളങ്ങളാണ്. എങ്കിൽ നമ്മുടെ ഗതകാല റമദാനിന്റെ കർമ്മങ്ങളൊക്കെ സ്വീകരിച്ചിട്ടുണ്ടായിരിക്കാമെന്ന് ആശ്വസിക്കാം. അതല്ല, എല്ലാ തിന്മകളുടെയും ഡോറിലേക്ക് കടന്നിട്ടുണ്ടോ, എല്ലാം അവസാനിപ്പിച്ചിട്ടുണ്ടോ, എല്ലാത്തിൽ നിന്നും കൈ കഴുകി മാറി നിന്നിട്ടുണ്ടോ, ജീവിതം റമദാനിന്റെ മുമ്പുള്ള ഒരു ലോകത്തേക്ക് തിന്മയുടെ, ചീത്തയുടെ, വൃത്തികേടിന്റെ കണ്ണും കാതും കൽബും നിയന്ത്രിക്കാനാവാത്ത ഒരവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ടോ, അപകടമാണെന്ന് തിരിച്ചറിയുക. പശ്ചാത്താപത്തോടുകൂടി മുന്നോട്ട് പോവുക. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. എല്ലാ അർത്ഥത്തിലും ഈ രാജ്യത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല സമാധാനവും ശാന്തിയും പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാ അർത്ഥത്തിലും റബ്ബിൻ്റെ കാവൽ എല്ലാ ഇടങ്ങളിലും അള്ളാഹു സുബ്ഹാനഹു വ തആല സദാ വർഷിച്ചു കൊണ്ടിരിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അൻത സിഖത്തുനാ വറജാഉനാ വഅലൈക ഇഅ്തിമാദുനാ വത്തിക്കാലുനാ ലാ നർജു ഇല്ലാ റഹ്മതക ولا نستعين إلا بقوتك فاحفظ دولة الإمارات بقدرتك واحفظ قيادتها وأهلها والمقيمين على أرضها واحفظ برها وبحرها وسماءها وقها عدوان المعتدين وشر الأعداء والحاقدين ورد كيدهم في نحورهم يا رب العالمين. اللهم احفظ جنود وطننا البواسل واشدد أزرهم وقوي عزيمتهم وسدد رميهم وانصرهم على عدوك وعدوهم وأجزل أجرهم وثوابهم. اللهم احفظ الشيخ محمد بن زايد رئيس الدولة بحفظك واشمله برعايتك واظله بعنايتك واجعل عمله في طاعتك وأيده بنصرك وهيئ له من أمره رشدا وكن له عونا وسندا وهاديا ومسددا وسدد فعله وقوله واجعله مفتاحا للخير مغلاقا للشر موفقا في كل أمر. اللهم وفقه ونوابه وإخوانه حكام الإمارات وولي عهده الأمين لما تحبه وترضى وسدد خطى والدنا حاكم الشارقة وبارك له في عمره وعمله. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار والحمد لله رب العالمين.